ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പൊട്ടറ്റോ വെച്ചിട്ട് ഒരു സൈഡ് ഡിഷാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 പൊട്ടറ്റോയും ഒരു സവാളയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊട്ടറ്റോ തൊലിയൊക്കെ മാറ്റിയിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് കുക്ക് പകുതി ഒന്ന് വേവിച്ചെടുക്കാം. നല്ലപോലെ കുക്കാവണ്ട, പകുതി ഒന്ന് വേവിച്ചെടുത്തിട്ട് വെള്ളമൊക്കെ മാറ്റിയിട്ട് വെക്കാം. എന്നിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് പൊട്ടറ്റോ ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് പൊട്ടറ്റോ ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഹാഫ് കുക്ക് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും പൊട്ടറ്റോയുടെ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും ആ ഒരു രീതിയിൽ കിട്ടും. അപ്പോൾ കുറച്ച് ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ പൊട്ടറ്റോ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ കടുകും ചുവന്ന മുളകും ചേർത്ത് കൊടുക്കാം. അത് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു 10 അല്ലി വെളുത്തുള്ളി തൊലിയൊന്നും മാറ്റാതെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റാം. എന്നിട്ട് അതിലേക്ക് സവാള സ്ലൈസ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 1/2 കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ ശരിക്കും പൊട്ടറ്റോയിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതിയാവും. എന്നിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന പൊട്ടറ്റോ കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കണം. എല്ലാം നല്ല ക്രഷ് ചെയ്യേണ്ട, ഇടയ്ക്കിടയ്ക്ക് 1-2 പൊട്ടറ്റോ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടണം. ഇപ്പോൾ വെള്ളമെല്ലാം നല്ലപോലെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ഫൈനൽ ടച്ച് കൂടി കൊടുക്കാനുണ്ട്. അതാണ് ഇതിന് ശരിക്കും ഒരു ടേസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് 2 ടേബിൾ സ്പൂൺ നമ്മളെ ദോശപ്പൊടിയില്ലേ, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇഡ്ഡലിപ്പൊടി, അതാണ് ശരിക്കും ഈ ഒരു കറിക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അതൊന്ന് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇത് ചോറിനും ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തിട്ട് അത് മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.